ആണ് നമുക്ക് പോകാനുള്ള ബോട്ട്. പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. എത്താനുള്ള ആളുകൾ കൃത്യസമയത്തിന് എത്തിക്കൊള്ളണം. 5 മിനിറ്റും കൂടിയൊക്കെ അവർ വെയിറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. താഴെയൊന്നും ആരും ഇരിക്കുന്നില്ല, എല്ലാവരും മുകളിൽ കയറി ഇരിപ്പാണ്. ഞാനിതിൻ്റെ മുകളിലോട്ടുണ്ടെന്ന് കയറി നോക്കുകയാണ്. മുകളിലിരുന്ന കാഴ്ചകൾ കുറച്ചുകൂടി നന്നായി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിയറിൽ നിന്നും ബോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒട്ടനവധി ഉല്ലാസ നൗകകളാണ് ഈ ലേക്കിൽ മുഴുവനായിട്ട്. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ലേക്കാണിത്. നിറച്ചും ഉല്ലാസ നൗകകളാണ്. വലിയൊരു മറീന കാണാം ഇവിടെ. ഇപ്പോൾ ഒരു ഉല്ലാസത്തിൻ്റെ തീരമായിട്ട് മാറിയിട്ടുണ്ട്. അനേകം ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി. അങ്ങനെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ തടാകത്തിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ചുറ്റും പച്ച പുതച്ച് കിടക്കുകയാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കുക. പല ഭാഗങ്ങളിലും മറീനയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ മറീനയാണ് ഈ ഭാഗത്ത് കാണുന്നത്. മൂന്നാമത്തെ ഒരു മറീന അപ്പുറത്തെ സൈഡിലുണ്ട്. അത്രയ്ക്കും ബോട്ടുകൾ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഭവനം അവിടെ കാണാം. നമുക്ക് ഒരു ഹോട്ടലോ അങ്ങനെ എന്തോ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മറീനയൊക്കെ അപ്പുറത്തൊരു സൈഡിലുണ്ട്. പുതിയൊരു കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുകളിലായിട്ട് ചെറിയൊരു കോട്ട പോലെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. നശിച്ചു പോയതായിരിക്കും. ഇവിടെയൊക്കെ ബോട്ടിൽ വന്നിട്ട് 2-3 ദിവസമൊക്കെ തമ്പടിച്ച് പോകാറാണ് ആളുകൾ ചെയ്യാറ്. മറീനയ്ക്ക് അടുത്തോടി വേണം പോണത്. അടിപൊളി ഒരു ഗ്രാമമാണ് ആ കാണുന്നത്. നല്ല മൊട്ടക്കുന്നുകൾ, പച്ച പുതച്ച മൊട്ടക്കുന്നുകളും അതിൽ ഭംഗിയുള്ള വീടുകളും. പണ്ട് നമ്മൾ സീനറികൾ പണം കൊടുത്ത് വാങ്ങിക്കുന്ന സീനറികളിലും ബുക്കിലും ഒക്കെ മാഗസിനിലൊക്കെ കണ്ടത് ഇത്തരം വീടുകളും അതുപോലെ തന്നെ പച്ച പുതച്ച കുന്നുകളൊക്കെ. ഇതൊരു പ്രൈവറ്റ് എന്തോ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടേക്ക് ഫോട്ടോ എടുക്കാനുള്ള പിയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രൈവറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള ബോട്ട് ചെട്ടിയായിരിക്കും. ഈ ഐലൻഡ്സൊക്കെ ആളുകൾ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. അവരെ കണക്ട് ചെയ്യുന്ന ഏക ഉപാധി ഈ ബോട്ടുകളാണ്. നല്ല കാടാണ് മുകളിലേക്കൊക്കെ. സ്പീഡ് ബോട്ട്
ബോട്ട് കത്തിച്ച് വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് സ്പീഡ് ബോട്ടൊക്കെ എടുത്തിട്ട് ഓടിക്കാവുന്നതാണ്. നല്ലൊരു അടിപൊളി കെട്ടിടങ്ങളുടെ ഒരു കൂട്ടം അവിടെ കാണുന്നുണ്ട്. മിക്കവാറും ഹോട്ടലുകളോ മറ്റെന്തെങ്കിലും ഓഫീസുകളായിരിക്കാം. ഈ തടാകം ആഴം കൊണ്ട് നമ്മുടെ സ്കോട്ട്ലാൻഡിലുള്ള തടാകങ്ങളെയൊന്നും തോൽപ്പിക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ ആഴമുള്ള തടാകങ്ങൾ എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിലെ നമ്മൾ നേരത്തെ ബോട്ടിങ് പോയ തടാകമൊക്കെയാണ്. അതിന് ഏകദേശം കടലിന് അത്രയും ആഴമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഒരു ലേക്കായിട്ട് മാറിയത്. വലിയൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അതിലേക്ക് ബോട്ട് എടുക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. ഈ ഒരു ഐലൻഡിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. കുറേ കെട്ടിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഭംഗിയാണ് നോക്കുക. രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. ആ ഒരു പച്ച കുന്നിൻ്റെ മുകളിലായിട്ടൊരു വെള്ള കളറിലുള്ള വീട്, എന്തൊരു ഭംഗിയാണ്. പല പല ഗ്രാമങ്ങളാണ് ഇതൊക്കെ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം താമസമുള്ള ഗ്രാമങ്ങളായിരിക്കും ഇതൊക്കെ. നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ കണ്ടതുപോലെ തന്നെ. ഭംഗിയായിട്ടാണ് ഒരു വീടും പരിസരമൊക്കെ പരിപാലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപഠിക്കേണ്ട കാര്യം. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്താനായിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറായി ഈ ഒരു ബോട്ട് യാത്ര. ഒരു രക്ഷയില്ല. വീടുകളൊന്നും കണ്ടിട്ട് മതി വരുന്നില്ല. ഫെറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വാഹനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള.
കയാക്കിംഗ് ബോട്ടുകൾ ആ ജങ്കാറിൻ്റെ മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട്. ഒരു ഹോൺ അടിക്കുന്നുണ്ട് നല്ലപോലെ. അതിൽ ഒരുപാട് ബോട്ടുകൾ തലങ്ങും വിലങ്ങും പോകുന്നതിനാൽ കയാക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമ്മൾ മറ്റൊരു ഗ്രാമത്തിൻ്റെ അടുത്തു കൂടിയാണ് ഇപ്പോൾ പോയത്. നമ്മൾ ഏകദേശം തിരിച്ചെത്താനായിട്ടുണ്ട്. നമ്മുടെ പിയറിലേക്ക് ബോട്ട് ഏകദേശം അടുക്കാനായി. പല സ്ഥലങ്ങളിലും ആളുകൾ അതൊരു പിക്നിക് സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. കാരവാനുകളിലും വാഹനങ്ങളിലൊക്കെ ആളുകൾ വന്ന് അവിടെ വൈകുന്നേരം റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ ക്ലൈമറ്റ് നല്ലതാണിപ്പോൾ. ഇവിടെ ഒരു 14 ഡിഗ്രി ആ റേഞ്ചൊക്കെ തണുപ്പുള്ളൂ. അതുകൊണ്ടൊന്നും വലിയൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെയൊക്കെ കയാക്കിങ്ങിൻ്റെ ആളുകൾ കൂടുതലുണ്ട്. ജീവിതം ഉല്ലസിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും. ചൂണ്ടലിടുന്നുണ്ട് വെള്ളത്തിൽ. ഒരു ഉല്ലാസമാർഗമായിട്ട് ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബീസ്. മീൻപിടുത്തം, അതുപോലെ തന്നെ കയാക്കിങ്, നീന്തൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അബാൻഡൻ ആയ ഒരു ബോട്ടാണെന്ന് തോന്നുന്നു. ഒക്കെ കോടിക്കണക്കിന് വിലയുള്ള ബോട്ടുകളാണ്. അവിടെ കുട്ടികൾ കുളിക്കുന്നത് കാണാം നമുക്ക്. ഫാമിലി ആയിട്ട് വന്ന് ഒരു ബോട്ട് റെൻറ്റിനെടുത്ത് നേരെ കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടാനും അതിനൊക്കെയുള്ള അവസരം കൊടുക്കുകയാണ്. ഒരു കയറെടുത്ത് കെട്ടിയിട്ടുണ്ട് കുട്ടികളുടെ ഇതിന് ജാക്കറ്റിൻ്റെ മുകളിൽ. അതുകൊണ്ട് മുങ്ങിപ്പോകുന്നൊന്നും പേടിക്കണ്ട. കൂടെ പട്ടിയും ഉണ്ട് ബോട്ടിനകത്ത്. ആളുകൾ ചാടി കുളിക്കുന്നത് കാണാം. ഒരു മറീനയ്ക്കകത്ത് കൂടിയാണ് ഇപ്പോൾ ബോട്ട് പോകുന്നത്. എത്രയാണ് ബോട്ടുകൾ കിടക്കുന്നത്. ഒക്കെ ലക്ഷറി ബോട്ടുകൾ തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടാൽ നമ്മൾ വിചാരിക്കും കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ എന്ന്. പക്ഷെ ഉള്ളോട്ട് നല്ല സ്പേസ്, ബെഡും അതുപോലെ തന്നെ ടിവിയും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടാവും. കടൽക്കാറ്റ് അങ്ങനെ പിടിക്കുന്നുണ്ട് കരയുടെ മുകളിലൂടെ. അങ്ങനെ നമ്മളൊരു പ്രദക്ഷിണമൊക്കെ വെച്ച് ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം നമ്മുടെ പിയറിലേക്ക് എത്താനായി തുടങ്ങി. നമ്മുടെ പിയറാണ് ആ കാണുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം മാഞ്ചസ്റ്റർ പിടിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ താമസം മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ അവിടെ ഇന്ന് സ്റ്റേ. നാളെ ഏകദേശം ഉച്ചയോടുകൂടി ഇവിടുന്ന് നേരെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്ന് നേരെ ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കും. അവിടുന്ന് പിന്നെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റും. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഇനി മാഞ്ചസ്റ്ററിലേക്കാണ് ഇനിയുള്ള യാത്ര. ബോട്ട് കരയിലേക്ക് എത്തി. നമ്മളൊക്കെ ഇനി ഇറങ്ങാനുള്ള പരിപാടിയിലാണ്.
എത്രയാണ് അരയന്നങ്ങളൊക്കെ നോക്കുക. കുട്ടികൾ അതിൻ്റെ കൂടെ കളിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ നിന്ന്. നല്ലൊരു ടൗണ്, നല്ല രസമുള്ളൊരു ടൗൺഷിപ്പ്. പിയർ 3 ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത്.